ഗുഡ് മോർണിംഗ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. എന്താന്ന് വെച്ചാൽ നമ്മളിന്ന് ക്രൈസ്റ്റ് കോളേജിലാണ് പോണത്. അപ്പോൾ ഇന്ന് അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അവാർഡ് ഫങ്ഷനിൽ എനിക്ക് ഒരു അവാർഡ് ഉണ്ട്. അവാർഡിനേക്കാളും കൂടുതലുണ്ടല്ലോ നമ്മൾ പഠിച്ച കോളേജിൽ. ഞാൻ പഠിച്ചത് ആർട്സ് കോളേജാണ്, ഇത് വന്നിട്ട് എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പൊ അടുത്തടുത്തായിട്ട് തന്നെയാണല്ലോ, പക്ഷെ എന്നാലും പേര് പറയുമ്പോൾ ക്രൈസ്റ്റ് ആണല്ലോ. അപ്പൊ ഒരു സന്തോഷം എന്നുവെച്ചാൽ പഠിച്ച കോളേജിൽ തന്നെ പോകണു എന്നുള്ളതാണ് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ 1-2 മാസം ഇങ്ങനെ പഠിച്ചിട്ട് വെച്ചാൽ നല്ലൊരു ഡൗൺ ഫേസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കരിയർ വൈസ് നോക്കുകയാണെങ്കിലും അങ്ങനെ എന്ത് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ആവാത്ത, നമുക്കൊരു ആത്മസംതൃപ്തി തോന്നുന്ന തരത്തിലുള്ള കോണ്ടന്റ് ചെയ്യാന്ന് പറയില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ലാക്കിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു വിഷമം പോലെ ശരിയാവുന്നില്ലല്ലോ, മെനയാവുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ ഇപ്പൊ ഒരു മോട്ടിവേഷനൊക്കെ തോന്നുന്നുണ്ട്, നമുക്കിങ്ങനെ സെറ്റാക്കാം, പതിയെ ശരിയാവും. എല്ലാത്തിനും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടല്ലോ, എപ്പോഴും നമ്മളത് മനസ്സിലാക്കണം. എപ്പോഴും ഒരേപോലെ ആവണം എന്നില്ല, പിന്നെ സാഹചര്യങ്ങൾ മാറും. അപ്പോൾ ചിലപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊന്നും വരില്ല. എസ്പെഷ്യലി നമുക്ക് നമ്മുടേതായ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടി സമയം കൊടുത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇപ്പൊ റെഡി ആവാൻ പോവാണ്. ഇപ്പൊ 7 മണി ആവാറായി. 8 മണിയാകുമ്പോഴാണ് ഡ്രസ്സ് നമ്മുടെ കൈ കിട്ടുക. അത് വേറൊരു അടിപൊളി കാര്യം. ഡ്രസ്സ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാൻ പോയിട്ട് അത് എങ്ങനെ ഉണ്ടാവുന്ന പോലും ഒരു ഐഡിയ ഇല്ല. ഞാനൊരു ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് ഇന്നലെ രാത്രി കൊണ്ടുവരാന്നാ പറഞ്ഞത്, നടന്നില്ല. ഇന്ന് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള മേക്കപ്പും ഹെയറും ചെയ്ത് നിൽക്കുക. ഹെയർ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഒന്ന് സ്ട്രെയിറ്റും ചെയ്തിടണേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് എനിക്ക് വയറൊരു സുഖമില്ല. ഞാൻ എന്തായാലും ഒന്നും കൂടി വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്നലെ തന്നെ ഇവിടെ ഇങ്ങനെ മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറയൊക്കെ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചടപടയെന്ന് റെഡി ആവാം, എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ, എനിക്ക് പീരിയഡ്സ് ആവാൻ പോവാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് ലൂസ് മോഷൻ ഒക്കെ ഉണ്ട്. എന്ത് വിയേർഡല്ലേ ഇത്, രാവിലെ തന്നെ സംസാരിക്കാൻ പറ്റിയ കാര്യം. പക്ഷെ പീരിയഡ്സ് ആവാൻ പോണേക്കാട്ടിന് മുന്നേ ലൂസ് മോഷൻ, അതിനുശേഷം കോൺസ്റ്റിപ്പേഷൻ. എന്താണിത്? അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അസ്കിത വയറിനുണ്ട്. എന്തായാലും ഞാൻ രാവിലെ എനിക്ക് കോഫിയും ഒരു പഴമൊക്കെ കഴിച്ചു കേട്ടോ. ഇമ്മക്കുട്ടീനെ ഏട്ടൻ റെഡിയാക്കുന്നുണ്ട്, ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനും കൂടെ പോകാനാ. ഇമ്മുനി സ്കൂൾ അടയ്ക്കാറായിട്ടോ. അപ്പോൾ ആണെങ്കിൽ ഹാഫ് ഡേയും ആണ്, പരീക്ഷയില്ല. അത് വേറൊരു കാര്യം. 1-2 ക്ലാസ്സും ഇവരുടെ സ്കൂളിൽ പരീക്ഷയില്ല. ഒറ്റൊരു കാരണം കൊണ്ടുകൂടിയാണ് എനിക്ക് ഇവരുടെ സ്കൂൾ ഇത്ര ഇഷ്ടം. 3-ാം ക്ലാസ് മുതൽ പരീക്ഷയാണ്. ഞാൻ അങ്ങനെ വിചാരിക്കും ഒരു 5-ാം ക്ലാസ് വരെയൊക്കെ പരീക്ഷ ഇല്ലായിരുന്നെങ്കിൽ അത്രയും നന്നായിരുന്നു എന്നുള്ളത്. പരീക്ഷ വെച്ചാൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ അങ്ങനെയൊക്കെ എടുക്കുള്ളൂ, അല്ലാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പരീക്ഷ 2-ാം ക്ലാസ് വരെ എടുക്കില്ല അവർക്ക്. അതൊരു നല്ല കാര്യമായിരുന്നു. ഇനി നമുക്കിതാ റെഡി ആവാം, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ മുടിയിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ എന്തായാലും ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്നുള്ളത്. അങ്ങനെ ഒരുവിധം അയ്യോ, ഞാൻ ബ്ലൂ ആയിരുന്നു ഉദ്ദേശിച്ചത്, ബ്ലൂ ആയിരുന്നു ഐലൈനർ ചെയ്തേ. പക്ഷെ ഇതെന്താണ് കുറച്ച് ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടല്ലേ? ശരിക്കും ബ്ലൂ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബേസ് മേക്കപ്പ് കുറച്ച് തട്ടിക്കളയാനുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്, ഒരുവിധം സെറ്റായി തോന്നുന്നു. ഓക്കെ, ഇതേ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇട്ട് നോക്കാട്ടോ, എനിക്ക് കണ്ടിട്ട് പാകാവുന്ന തോന്നണേ. ആര്യൻസ് ബുട്ടീക്ക് എന്നുള്ളതാണ് കേട്ടോ. അവരുടെ മെഷർമെന്റ്സ് എനിക്ക് എപ്പോഴും പക്കയാവാറുണ്ട്, അങ്ങനെ ലൂസൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതും ഒന്ന് ഓൾട്ടർ ചെയ്തെടുക്കാമല്ലോ. എനിക്ക് കാണുമ്പോൾ ചെറിയൊരു ഡൗട്ട് നെക്ക് ഡീപ്പാവും എന്നുള്ളതാണ്. അതൊഴിച്ച് വേറെ പ്രശ്നമില്ല. ഇപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. ആകെ ഒരു ബ്ലൂ ഐലൈനർ ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ചൂടാണ്. ഞാൻ പറഞ്ഞില്ല, ഔട്ട്ഫിറ്റ് കിട്ടിയതും ഇട്ട് നോക്കി അതിനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. നോക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ക ഫിറ്റിംഗ് ആണ്. ഒരു ഓൾട്ടറേഷനും ഒന്നും വേണ്ടി വന്നില്ല. കാരണം അവർക്ക് എൻ്റെ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് അറിയാം. ഒരു കോഴ്സെറ്റ് പോലെ കോട്ട്സെറ്റും തെറ്റും. കോഴ്സെറ്റ് പോലെ ഇതേപോലെ ഇവിടെ ഇങ്ങനെ ചെയ്ത് നിറയെ ഹാൻഡ് വർക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ഗൗണാണ് കേട്ടോ. ചെറിയ പ്ലീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ മിന്ത്രയിൽ നിന്നുള്ള ഹീൽസ് ആണ് ഇട്ടിട്ടുള്ള, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് പോവാം. ഒരു 10 മണിയാകുമ്പോൾ അവിടെ എത്തണം.
അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അവാർഡ് ഫംഗ്ഷൻ, അത് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് പോരും കേട്ടോ. വേറെ ബാക്കി പരിപാടിക്കൊന്നും നിൽക്കണില്ല. വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എനിക്ക് ഇന്ന്, വേഗം വന്ന് പോവാം. അവിടെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പഠിച്ചിരുന്നപ്പോൾ, ഞാൻ ആർട്സ് കോളേജിലാണ് കേട്ടോ പഠിച്ചത്. ഞാൻ പഠിച്ചിരുന്നപ്പോൾ അവിടെ 2 ഗാർഡൻ ഉണ്ട്. എല്ലാവർക്കും പറയുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് ഒരു 14-15 വർഷമായി. 2 ഗാർഡൻ, ഒന്ന് ഗേൾസ് ഗാർഡനും ഒന്ന് ബോയ്സ് ഗാർഡനും ആണ്. എന്നിട്ട് ഈ ഏതെങ്കിലും ആമ്പിള്ളേർ ഗേൾസ് ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ ഫൈനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ ഈ അടുത്ത് ക്രൈസ്റ്റിൽ, ഇതിപ്പോ എഞ്ചിനീയറിംഗ് കോളേജ്, പക്ഷെ എനിക്ക് തോന്നുന്നു ആസ് എ കോളേജ് മൊത്തത്തിലൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുമല്ലോ. നല്ല കാര്യമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര റെസ്ട്രിക്ട് ചെയ്യുന്നോ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് ചാൻസ്. കുറെ കൂടി ഫ്രീ ആയിട്ടൊക്കെ പിള്ളേർ വളർന്നു വരുമ്പോൾ അത് എന്തുകൊണ്ടും നല്ലതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കുറച്ച് ഡിബേറ്റബിൾ ആയിട്ടുള്ള സംഗതിയാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രൊഫസറാണ്. അപ്പോൾ ആള് പഠിപ്പിക്കുന്ന കോളേജിലാണെങ്കിലും പിള്ളേർ വളരെ ഫ്രീ ആവും. അവിടെ ഔട്ട്ഫിറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി പല കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ് ഇല്ല. റെസ്ട്രിക്ഷൻസ് ഉള്ള ചില കാര്യങ്ങളുണ്ട്, അത് കർശനമായിട്ട് അവർ നോക്കും. അപ്പൊ എനിക്ക് അവിടുത്തെ പിള്ളേർ വളരെ കൂളായിട്ട് നല്ല സന്തോഷത്തോടു കൂടി നടക്കുന്നതാകുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു. ഇവിടെ എപ്പോഴും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അല്ലെ, നല്ലതല്ലേ. അപ്പൊ നമുക്ക് പോയാലോ. അപ്പൊ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് രാവിലത്തെ സ്ലോട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ 30ഓളം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ 30ഓളം ഇൻഫ്ലുവൻസേഴ്സിനാണ് അവാർഡ് കൊടുക്കുന്നത് ഓരോ മേഖലയിൽ നിന്നുള്ള ആളുകൾക്കായിട്ട്. അപ്പൊ എനിക്ക് ബെസ്റ്റ് ബ്യൂട്ടി ഇൻഫ്ലുവൻസർ അവാർഡാണ് ഉള്ളത്. ഇപ്പൊ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഔസേപ്പച്ചൻ സാറാണ്. സാറ് പാട്ട് പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിന് നല്ല സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ നേരിട്ട് കാണുന്നത്. പിന്നെ വന്നിട്ട് ഡാൻസ്, പിന്നെ ഒരു അവാർഡ്, അങ്ങനെ അവർ നല്ല രസമായിട്ട് അത് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പരിപാടികൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്തോ ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളെന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, അനാവശ്യമായിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ തന്ന് എന്നെ കുഴിയിൽ ചാടിക്കരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഇനി 2-3 പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവാർഡ് ഫംഗ്ഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നല്ല രസമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എന്ത് ടാലന്റഡ് ആ പിള്ളേരൊക്കെ. ഞാനത് പറയുകയും ചെയ്തു കേട്ടോ. ഇങ്ങനെ എല്ലാവരുടെ അടുത്തും നല്ല രസമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് മീഡിയ ഒക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ചു. അതായത് പഠിച്ച കാര്യത്തിൽ നിന്ന് വിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അമ്മയാണ്, ഒരു വിമൻ ബ്യൂട്ടി ബ്ലോഗർ ആണ്. സോ നെക്സ്റ്റ് ഓൺ ടു ദ. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഈ സന്തോഷമേ നമുക്ക് കേട്ടിട്ടുണ്ടാവില്ല. അത് എങ്ങനെയായിരിക്കും എന്നൊക്കെ തോന്നിപ്പോ. എന്താണെങ്കിലും വ്യൂ ഹാർട്ട് 25 ഒരു വേദിയിൽ ബെസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റർ ഇൻ ദ കാറ്റഗറി ബ്യൂട്ടി കാറ്റഗറിയിൽ നമ്മൾ അടുത്തതായിട്ടൊരു അവാർഡ് നൽകാനായിട്ട് പോകുന്നത് അശ്വി മലയാളം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അത്രമാത്രം സുപരിചിതമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഉഗ്ര കൈയ്യടി കൊടുത്തുകൊണ്ടാണ് വ്യൂ ഹാർട്ട് 25 വേദിയിൽ സോഷ്യൽ ഐക്കൺ അവാർഡ്സിൽ ബെസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റർ ഇൻ ബ്യൂട്ടി കാറ്റഗറിയിൽ വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത് അശ്വതി അശോക് കുമാർ ഓൺ സ്റ്റേജ്. എന്നൊപ്പം തന്നെ അവാർഡ് നൽകുന്നതിനായി നമ്മുടെ ഫാദർ ജോൺ അച്ഛനെ കൂടെ സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അശ്വതി ചേച്ചിയുടെ യൂട്യൂബ് വീഡിയോ കണ്ടു തുടങ്ങുമ്പോ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഹുക്ക്, ആ ഒരു സംഭവം, ആ ഒരു 2 വേർഡ്സിലാണ് അശ്വതി ചേച്ചി നമ്മളെല്ലാവരും പിടിച്ചു നിർത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളും ഒരിക്കലെങ്കിലും അശ്വതി ചേച്ചിയുടെ ഒരു വീഡിയോ ഇൻസ്പോ എടുത്ത് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു 2 വേർഡ് ഒന്ന് പറയാമോ? ഞാൻ പക്ഷെ ഇൻട്രോ പറഞ്ഞ ആൺകുട്ടികൾക്ക് അത് ഇഷ്ടാവോന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇൻട്രോയിൽ എപ്പോഴും ഹായ് സുന്ദരീസ് ആണ് പറയാറുണ്ട്. Thank you for having me. കോണ്ടന്റ് ക്രിയേറ്റർ ബ്യൂട്ടി കാറ്റഗറിയിൽ അവാർഡ് ഏറ്റുവാങ്ങുകയാണ് അശ്വതി അശോക്. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് തന്നെ വലിയൊരു ആദരവ് വ്യൂ ഹാർട്ട് 25 വേദിയിൽ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സമർപ്പിക്കുകയാണ്. ഓക്കെ, എന്താണെങ്കിലും ഇനിയും ഒരുപാട് അവാർഡുകൾ ഏറ്റുവാങ്ങാൻ ഇനിയും ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടെ ഞങ്ങളെ സമയം ആശംസിക്കുകയാണ്. താങ്ക് യു മൈ അസ്വി ഫാം, താങ്ക് യു സോ 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 മച്ച്. ഇതിവിടെ ഇരിക്കട്ടെ. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. ഈ മുക്കുട്ടീനെ കൊണ്ടുപോയാൽ നല്ലതായിരുന്നു ശരിക്കും. പക്ഷെ ഓൾറെഡി കുറെ ലീവൊക്കെ എടുത്തിട്ടുള്ളതാ. സ്കൂൾ അടയ്ക്കാറോ. ഇപ്പൊ വിചാരിച്ചു ഇനിയിപ്പോ പോട്ടെ വിചാരിച്ചു. ഇപ്പൊ എന്തായാലും ഉച്ചവരെ ക്ലാസ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇനി വന്നിട്ടാണ് ഇത് കാണിക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇനി ഞാൻ ഈ ഉടുപ്പൊക്കെ മാറ്റി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ചെറിയ 1-2 ജോലികളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇനിയിപ്പോ വിഷു ഒക്കെ വരുമല്ലേ. അപ്പൊ അതിനുള്ള കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു മേക്കപ്പിൽ തന്നെ അങ്ങ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാമല്ലോ. അപ്പൊ ഞാൻ കൂടുതൽ ഒരു ദിവസം അങ്ങ് മേക്കപ്പ് ചെയ്താൽ ഒറ്റയടിക്ക് ആ ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർക്കും. അപ്പൊ പിറ്റേ ദിവസം എഡിറ്റ് ചെയ്യും. അങ്ങനെയാണ്
പോവാ. അങ്ങനെ കുറച്ചുകൂടി നമുക്ക് ബ്രേക്ക് കിട്ടും മേക്കപ്പ് ഇടാണ്ടിരിക്കാനായിട്ട്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, എന്തൊരു ചൂടായിരുന്നു. ഞാൻ വിചാരിച്ച എന്റെ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഒലിച്ചു പോയി എന്നാ വിചാരിച്ചത്, പക്ഷെ ഒലിച്ചില്ല, ഇങ്ങനെ വേർത്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത മേക്കപ്പാണ്, അങ്ങനെ ഇരുന്നു എന്നുള്ളത്. അത് നന്നായി എന്തായാലും. അപ്പൊ ഞാനിപ്പോ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. Is this yours? നല്ലതാണോ? Super. താങ്ക് യു. This is from Christ College of Engineer. What were you doing at the college? അമ്മ അതിന്റെ അപ്പുറത്തെ ഇതില ആർട്സ് കോളേജിൽ അമ്മ പഠിച്ചു, എഞ്ചിനീയറിംഗ് കോളേജിലല്ല. But you wanted an engineering. അത് ആ കോളേജ് കയറി തന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട്? നല്ലതാണോ? The Ashwati Ashok Kumar Social Icon Awards 2025 NBA. അത് വായിക്കണ്ടേ, ഇത് വായിച്ചോ. Ashwati Ashok Kumar Best Beauty Influencer. ഓക്കെ, ഇനി ഇത് ഇമു തുറക്കൂട്ടോ, അൺബോക്സ് ചെയ്യുക. തുറന്നോളൂ. ഇത് ഇങ്ങനെ പൊക്കിയെടുത്ത ഒരു കാർഡ് ഉണ്ട്, small card. താങ്ക് യു കാർഡ്. Thank you. ചോക്ലേറ്റ് ഉണ്ട്, Cookie. കുക്കി ഉണ്ട്. Date. Nom 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 nom. ഓക്കെ, ഹാപ്പി. Yes, I will go. സ്കൂൾ അടക്കില്ലേ? എന്തൊരു ആശ്വാസം. എന്താ പരിപാടി സ്കൂൾ അടച്ചിട്ട്? ഉറങ്ങേ? TV ആണ്. TV ആണ്. പിന്നെ കളിക്കുക. ആരുടെ ഒപ്പം? അച്ഛമ്മ. പാലക്കാട് പോവാണ് കേട്ടോ സ്കൂൾ അടച്ചു കഴിഞ്ഞ്. പിന്നെ എത്ര ദിവസം പാലക്കാട്? 7. 7 ദിവസമാണ് പാലക്കാട് നിക്കാൻ പോണത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആദ്യം അപ്പൊ തന്നെ തുറക്കും, പിന്നെ ഒരു 10-15 ദിവസം സ്കൂൾ ഉണ്ടാവും, പിന്നെ ആദ്യം അടയ്ക്കാം. അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി. ഓക്കെ, അപ്പൊ പൊക്കോ. താങ്ക് യു സോ മച്ച് ഫോർ അൺബോക്സിംഗ്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ 4-5 ഔട്ട്ഫിറ്റ് ഇട്ട് ഷൂട്ടൊക്കെ ചെയ്ത് ഞാൻ ഇവിടെയാണ് കേട്ടോ ട്രൈപോഡ് വെക്കുക. എവിടെ ട്രൈപോഡ്? എവിടെ? ട്രൈപോഡില് ക്യാമറ വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്യും. ഈ വാൾപേപ്പർ ഈ അടുത്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇമ്മുവിനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകണം. ഇമ്മു ഇപ്പൊ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്ര റെഗുലർ അല്ല കേട്ടോ, ഇത് ഇത്തിരി താല്പര്യമുണ്ട്. ഹിപ്പ് ഹോപ്പാണ് പഠിക്കണേ, അപ്പൊ അതുകൊണ്ട് നല്ല താല്പര്യമുണ്ട്. മറ്റേ ക്ലാസിക്കലൊന്നും ഒട്ടും താല്പര്യമില്ല. ഇമ്മ 2 വർഷത്തോളം ക്ലാസിക്കൽ പഠിച്ചതാണ്, പക്ഷെ പിന്നീട് ഒട്ടും സമ്മതിച്ചില്ല. ഇപ്പൊ ഇങ്ങനെ പിള്ളേരെ നിർബന്ധിക്കരുത് എന്നൊക്കെയാണല്ലോ പറയണത്. ഞാൻ കുറെയൊക്കെ പറഞ്ഞു നോക്കി, ഇമ്മു ട്രൈ ചെയ്തൂടെ? ഇല്ല, എനിക്ക് ക്ലാസിക്കൽ തീരെ ഇഷ്ടമില്ല, പക്ഷെ ഇതെനിക്ക് ഇഷ്ടമാണ്, ഹിപ്പ് ഹോപ്പും പിന്നെ അങ്ങനത്തെ ടൈപ്പില്ലേ, അതാണ് ഇഷ്ടം. അതും പഠിക്കാം, പിന്നെ ഇതും പഠിക്കുകയാണെങ്കിൽ കുഴപ്പം, പക്ഷെ എല്ലാം കൂടി പഠിക്കാനും കഷ്ടപ്പാടാണ്. എന്തായാലും ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകണം. ഇതെനിക്ക് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. അല്ല, എല്ലാം സന്തോഷമുള്ള ദിവസം തന്നെയാണ്, പക്ഷെ ഇതെനിക്ക് എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്കിവിടെ ക്രൈസ്റ്റിലൊക്കെ പോയി എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ, ഞാൻ ഹൈ സുന്ദരീസ് ഇവിടെ ആങ്കറിങ് ചെയ്തിരുന്ന കുട്ടി ഇങ്ങനെ പറയുമോന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാ പിള്ളേരും അതെങ്കിൽ എനിക്ക് സന്തോഷമായി. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ, എന്നെയൊക്കെ ആർക്കെങ്കിലും ഇഷ്ടാവോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ ഇങ്ങനെ വരുമ്പോ പറയായിരുന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം, ഇനിയിപ്പോ തൃശ്ശൂരിൽ നിന്നുള്ള ആളായതുകൊണ്ടായിരിക്കുമോ എന്നെ ബെസ്റ്റ് ബ്യൂട്ടി കാറ്റഗറിന്ന് സെലക്ട് ചെയ്ത്. അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ എന്നോട് എപ്പോഴും പറയും, നിന്റെ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണിത്. നിനക്ക് വെച്ചാൽ ഒരാൾ ഭയങ്കര നല്ലതാന്ന് പറയുമ്പോൾ ഒന്നും നമുക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെപ്പോഴും ചെറുപ്പം മുതലേ നമ്മളൊരു ഫെയിലിയർ ആണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണല്ലോ നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. നമ്മൾ വെച്ചാൽ ഞാൻ കേട്ടോ, ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലത്, ചെറുപ്പം മുതലേ ഒരു സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല, ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, നമ്മളെ ആർക്കും അറിയില്ല, സ്കൂളില് കോളേജിലോ സ്കൂളിലോ ഒന്നും സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്ക് ഇപ്പം ഇങ്ങനെ മിഡ് 30s ഇത്രയും ഓരോ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് ഇതിന് മുന്നത്തെ കഴിഞ്ഞ വർഷത്തെ ഹണി റോസ് എന്ന പ്രോഗ്രാമിലുള്ള അവാർഡ് ഉണ്ടായിരുന്നില്ലേ, അപ്പോഴും ഞാനിങ്ങനെ വിചാരിച്ചു എന്തായിരിക്കും എനിക്ക് കിട്ടാൻ കാരണം, ഞാൻ എന്ത് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഇന്ന് സെലിബ്രിറ്റീസ് ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരെങ്ങനെ ദൈവം എനിക്ക് അയക്കുന്നത്, ചില ലുക്സ് നല്ലതാ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ലുക്സ് നല്ലതാ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും. ഞാൻ വിചാരിക്കും ദൈവമേ ഞാൻ എന്ത് അങ്ങനെ, അത് നമ്മുടെ പ്രശ്നം കേട്ടോ. ഈ കോംപ്ലിമെന്റ് എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അത് ഈ ചെറുപ്പം മുതലേ അങ്ങനെ അത് ശീലമില്ലാഞ്ഞിട്ട്, നമുക്ക് അങ്ങനെ കേട്ട് ശീലമില്ലാഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സെൽഫ് എസ്റ്റീം വളരെ കുറവുള്ള ആളായിട്ട് കരുതുന്നോണ്ടാണ്. അപ്പൊ അത് ഇപ്പൊ എന്നെ കാണുന്ന ആരാണെങ്കിലും അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ മാറ്റിയെടുക്കാം. നമ്മള്
നമ്മൾ ഈ ലോകത്തെ എല്ലാ സന്തോഷവും ഡിസേർവ് ചെയ്യുന്ന ആളുകളാണ്. ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത തെറപ്പിക്ക് പോകുമ്പോൾ എനിക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ട് ഇത് ഇങ്ങനെ ശരിയാക്കും എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സെഷനെ പോയിട്ടുള്ളൂ, ഇനി കൂടുതൽ പോകണം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയൊക്കെ എന്നെ കുറിച്ച് മനസ്സിലാക്കി ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. ഇന്നലെയും കൂടെ എനിക്ക് ഭയങ്കര വിഷമായിട്ട് എന്തോ കാര്യത്തിന് അയ്യോ ഞാൻ അങ്ങനെ കുറെ കരഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് കുറെ ആശ്വാസം കിട്ടി. നമ്മളിങ്ങനെ കരഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ. കുറെ നാളായിട്ട് കരച്ചിലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫുൾ പമ്പപ്പാണ്. ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ മതിയല്ലേ നമുക്ക് പിന്നെ അങ്ങ് സെറ്റായി വരാനായിട്ട്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള സ്ത്രീകളാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളെല്ലാം ഡിസേർവ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ അവഗണനയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും നമ്മളൊരു ബിലോ ആവറേജ് ആണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മളെ തന്നെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പൊ വലുതാവുമ്പോൾ പ്രായമാകുമ്പോൾ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. കാരണം അപ്പോഴും നമുക്ക് തോന്നാം അയ്യോ ഇതൊന്നും ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ലല്ലോ എന്നാ തോന്നാം. അത് നമ്മുടെ പാർട്ട്ണർക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ. എപ്പോഴും ഏട്ടൻ എപ്പോഴും എന്നോട് ഇങ്ങനെ എടി നീ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നീയാണ് ഇത് ഡിസേർവ് ചെയ്യുന്നത്, അങ്ങനെ അഷ്യൂർ ചെയ്തോണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് അങ്ങനെയാണല്ലേ അങ്ങനെ തോന്നും. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ്. നമ്മളിതെല്ലാം ഡിസേർവ് ചെയ്യുന്നുണ്ട്. യു ഡിസേർവ് ദ ബെസ്റ്റ്. നിങ്ങൾ എല്ലാ സന്തോഷവും അർഹിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ പറയാൻ വന്നത്. എല്ലാം കൊണ്ടൊരു നല്ല ദിവസമായിരുന്നു. ഐ ഫെൽറ്റ് ഗുഡ്. ഇത് ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷം അങ്ങനെ തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ചു നേരം വെയിലത്തൊക്കെ നിന്നില്ലേ. പക്ഷെ എന്നാലും വന്ന് ഞാൻ ഫൈനൽ ഷോട്ടൊക്കെ എടുക്കാണ്ടായിരുന്നു ഔട്ട്ഫിറ്റിന്റെ. അതൊക്കെ എടുത്ത് വേഗം വിഷുവിന് വേണ്ട 2-3 സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് സെറ്റായി. സന്തോഷമായി. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം വ്ളോഗും ചെയ്തു. പിന്നെ ഇത്തവണ അവാർഡ് മേടിക്കാൻ വന്നപ്പോൾ ഏട്ടനും ഉണ്ടായിരുന്നു. ആൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ എന്നെക്കാളും കൂടുതൽ സന്തോഷമാണ് ആൾക്ക്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ സന്തോഷത്തിൽ വേറെ ആളല്ല, എൻ്റെ ഭർത്താവാണ്. പക്ഷെ എന്നാലും അതൊരു ഭയങ്കര ഒരു ഫീലിംഗ് അല്ല. അപ്പൊ ഞാൻ അതിൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന അച്ഛനെ കേട്ടോ. അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു ഇതൊക്കെ. നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മുടെ സങ്കടത്തിൽ സങ്കടപ്പെടാനായിട്ട് ഒരുപാട് പേരുണ്ടാവും, സ്ട്രേഞ്ചേഴ്സ് വരെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ സന്തോഷങ്ങളിൽ സന്തോഷപ്പെടാനായിട്ട് വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. കൂടുതൽ പേർക്ക് എസ്പെഷ്യലി നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഈ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ നോക്കിയാൽ ഇങ്ങനെ പറയില്ലേ, വേറൊരാൾ നന്നാവണം കാണുമ്പോൾ എന്താണെന്നറിയില്ല ഈ ഭാഗത്തൊരു വല്ലാത്ത വേദന. ആദ്യം ഗ്യാസാന്ന് വിചാരിച്ച അല്ല, പിന്നെയാണ് അസൂയാണ് കുശുമ്പാണെന്നൊക്കെ മനസ്സിലാവണം എന്നുള്ളത് പറയില്ലേ. അപ്പോൾ അങ്ങനെ വേദന ഉണ്ടായിരുന്ന കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അത്രയുള്ളൂടാ. നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താം. ഞാൻ ഇനി ഇവിടെ ഇപ്പോഴേ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഒതുക്കി സെറ്റ് ചെയ്തിട്ട് പോകാനാണ്. അങ്ങനെയാണെങ്കിൽ നാളെ എനിക്ക് എൻ്റെ പരിപാടികൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് നടക്കും. അതല്ലെങ്കിൽ ഞാൻ വെച്ചിരിക്കുകയുള്ളൂ. നമുക്കിങ്ങനെ കയറി വരുമ്പോൾ തന്നെ സ്റ്റുഡിയോ ഇങ്ങനെ അലങ്കോലമായിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം എനിക്ക് ഈ സാരി ഞാൻ ഇന്ന് ഡ്രേപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഇത് കൊടുക്കണേ തന്നെ നിർത്തിയാം. ഇതൊക്കെ നാളെ ചെയ്യും. ഞാൻ പറ്റിച്ച നാളെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാട്ടോ. എനിക്കൊരു സന്തോഷം ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. എന്തായാലും നാളെ ഞാൻ മോർണിംഗ് റുട്ടീൻ എന്തായാലും ചെയ്യും. അപ്പൊ ആകെ എനിക്ക് ഒരു ഉന്മേഷമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്രയിലൂടെ ലവ് യു സോ മച്ച്. നാളെ കാണാം. ബൈ.